ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നേരത്തെ കേരള PSC കണ്ടക്ട് ചെയ്ത അസിസ്റ്റന്റ് ഡയറക്ടർ തസ്തികയിലേക്കുള്ള എക്സാമിൽ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സിലെ തേർഡ് മൊഡ്യൂള് വിച്ച് ഇസ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതിൻ്റെ മാർക്സ് വെയിറ്റേജ് വരുന്നത് 4 മാർക്സ് ആണ്. സോ 4 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. ആ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ക്വസ്റ്റ്യൻ ഇതാണ്: സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y dx plus x dy is equal to 0 ഈസ്. 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഈ തന്നിട്ടുള്ള ഇക്വേഷനെ ആദ്യം ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി നോക്കാം. അതായത് എങ്ങനെ എഴുതാം? dx by x plus dy by y is equal to 0. ഓക്കെ, ഇനി നമ്മൾ രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യാണ്. അതായത് ഇൻ്റഗ്രൽ ഇതും പ്ലസ് ഇൻ്റഗ്രൽ ഇതും പിന്നെ ഇൻ്റഗ്രൽ ഇതും. ഇത് 0 dt ആണ് കേട്ടോ. ഇതിനകത്ത് നമുക്ക് എങ്ങനെ എഴുതാം? ln ഓഫ് മോഡ് എക്സ് പ്ലസ് ln ഓഫ് മോഡ് വൈ ഇസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ്. അങ്ങനെയല്ലേ നമുക്ക് കിട്ടാൻ? അപ്പോൾ ലോഗരിതമിക് പ്രോപ്പർട്ടീസ് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഇതിനെ ln ഓഫ് മോഡ് എക്സ് വൈ അല്ലേ? ദിസ് ഇസ് ഈക്വൽ ടു സി. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? രണ്ട് സൈഡിലും എക്സ്പോണൻസ് എടുക്കുകയാണ്. ദെൻ വാട്ട് വി ഗെറ്റ്? എക്സ് വൈ ഇസ് ഈക്വൽ ടു കെ, വേർ k is equal to e power c. Okay, easy alle. So answer is the xy is equal to k. Now moving to the next question, which is solution of the differential equation d square y by dx square plus 4y is equal to 0 is. Okay, 4 ഓപ്ഷൻസും നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതി നോക്കാം. നമുക്ക് തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്? y ഡബിൾ ഡാഷ് പ്ലസ് 4y ഇസ് ഈക്വൽ ടു 0 അല്ലേ? ഇതിനെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? r സ്ക്വയർ പ്ലസ് 4 ഇസ് ഈക്വൽ ടു 0. സോൾവ് ഫോർ r സ്ക്വയർ ഇസ് ഈക്വൽ ടു -4 ആൻഡ് r ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 2i. ഓക്കെ, ഇനി നമുക്ക് ജനറൽ സൊല്യൂഷൻ ഐഡന്റിഫൈ ചെയ്യാം. അതായത് റൂട്ട്സ് എന്ന് പറയുന്നത് ഇവിടെ പ്യുവർലി ഇമാജിനറി ആണ്, പ്ലസ് ഓർ മൈനസ് 2i ആണ്. അതുകൊണ്ട് ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഫോം y is equal to c1 cos 2x plus c2 sin 2x. ഇനി തന്നിട്ടുള്ള ചോയ്സസ് നോക്കി നോക്കൂ. അതിനകത്ത് ഏതുമായിട്ടാണ് ഇത് മാച്ച് വരുന്നത് എന്നുള്ളത്? യെസ്, ദ ഫസ്റ്റ് വൺ ഇറ്റ് സെൽഫ് അല്ലേ? ഫസ്റ്റ് വൺ തന്നെ എ ആണ്, ഓപ്ഷൻ എ ആണ് ഇതുമായിട്ട് സിമിലർ ആയിട്ടുള്ളത്. ഓക്കെ, c1 cos 2x plus c2 sin 2x. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അതിലെന്താണ് ചോദിച്ചിരിക്കുന്നത്? സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് സ്ക്വയർ ഡബിൾ ഡാഷ് പ്ലസ് എക്സ് വൈ ഡാഷ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 0 ഈസ്. ആയിക്കോട്ടെ, അപ്പം നമ്മൾ എന്താ ആദ്യം ചെയ്യാൻ പോകുന്നത് വെച്ചാൽ സ്റ്റാൻഡേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യാൻ പോവാണ്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ കോഷി യൂല ഇക്വേഷൻസ് ഓഫ് ദ ഫോം എങ്ങനെയാണ്? ഇതിനെ ഇങ്ങനെ നമുക്ക് എഴുതാം: എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് എ എക്സ് വൈ ഡാഷ് പ്ലസ് ബി വൈ ഇസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പം അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ y ഇസ് ഈക്വൽ ടു എക്സ് പവർ ആർ. ഓക്കെ, ഇനി ഡെറിവേറ്റീവ്സ് കമ്പ്യൂട്ട് ചെയ്ത് നോക്കുക. അതായത് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ഡബിൾ ഡാഷ് അല്ലേ പറഞ്ഞിട്ടുള്ളത്? സോ ആർ ഇൻറ്റു ആർ മൈനസ് 1 എക്സ് പവർ ആർ മൈനസ് 2 പ്ലസ് എക്സ് ഇൻറ്റു ആർ ഇൻറ്റു എക്സ് ആർ പവർ മൈനസ് 1 പ്ലസ്
എക്സ് പവർ ആർ ഇസ് ഈക്വൽ ടു 0. ഇനി നമ്മൾ എക്സ് പവർ ആർ എന്ന് പറയുന്ന ഫാക്ടർ പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പം എങ്ങനെ എഴുതാം? എക്സ് പവർ ആർ ഇൻറ്റു ആർ മൈനസ് 1 പ്ലസ് ആർ പ്ലസ് 1 ഇത് ഈക്വൽ ടു 0 എന്നല്ലേ വരാ? സിൻസ് എക്സ് പവർ ആർ നോട്ട് ഈക്വൽ ടു 0, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർ ഇൻറ്റു ആർ മൈനസ് 1 പ്ലസ് ആർ പ്ലസ് 1 ഈക്വൽ ടു 0 എന്നെടുത്ത് എഴുതാം. നെക്സ്റ്റ് പേജിൽ ഞാൻ കണ്ടിന്യൂ ചെയ്യുവാണേ. അതായത് നമ്മുടെ പക്കൽ ആർ ഇൻറ്റു ആർ മൈനസ് 1 പ്ലസ് ആർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 ആണ്. ഇനി നമുക്ക് ആർ ഒന്ന് റിസോൾവ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കിത് ആദ്യം എക്സ്പാൻഡ് ചെയ്യാം. നമ്മുടെ പക്കലുള്ള ആർ സ്ക്വയർ മൈനസ് ആർ പ്ലസ് 1 ഇസ് ഈക്വൽ ടു 0 എന്നാണ് വരിക. Then r square plus 1 equal to 0, r square equal to minus 1 and r is equal to plus or minus I. അല്ലേ? ഇനി നമ്മൾ ജനറൽ സൊല്യൂഷൻ എഴുതി നോക്കുക. കോംപ്ലക്സ് റൂട്ട്സിന്റെ കാര്യത്തിൽ അതായത് ആർ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഐ വരുന്ന കേസസിൽ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? y ഇസ് ഈക്വൽ ടു c1 cos ലോഗരിതം ഓഫ് എക്സ് പ്ലസ് c2 സൈൻ ലോഗരിതം ഓഫ് എക്സ്. ഇനി തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതുമായിട്ടാണ് ഇത് മാച്ച് ചെയ്യുന്നതെന്ന് നോക്കി നോക്കൂ. എ അല്ല, ബിയും അല്ല. സി നോക്കൂ, c1 cos ലോഗരിതം ഓഫ് എക്സ് പ്ലസ് c2 സൈൻ ലോഗരിതം ഓഫ് എക്സ് അല്ലേ? സോ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ എന്താണ്? dy by dx plus y tan x is equal to sec x has the solution. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതൊന്ന് നമ്മൾ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം? സ്റ്റാൻഡേർഡ് ഫോം ഐഡന്റിഫൈ ചെയ്യുക. ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഏത് ഫോമിലായിരിക്കും? നമുക്ക് dy by dx പ്ലസ് p of xy is equal to q of x. നമ്മുടെ രണ്ട് ഇക്വേഷൻസും ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. p of x എന്ന് പറയുമ്പോൾ ടാൻ എക്സും അതുപോലെ തന്നെ q of x ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് sec എക്സും. ഓക്കെ, ഇനി ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കാണുക. അതെങ്ങനെയാണ് കാണുക? ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ IF കാണാൻ വേണ്ടിയിട്ട് mu of x is equal to e power integral p of x dx is equal to e power integral tan x dx. Okay, this is equal to what? E power logarithm of mod sec x അല്ലേ വരിക? So this is equal to sec x. ഓക്കെ, ഇനി നമ്മൾ ഈ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ അതായത് sec x അത് വെച്ചിട്ട് നമ്മുടെ എൻറ്റയർ ഇക്വേഷനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ എങ്ങനെയാ വരുന്നതെന്ന് നോക്കാവേ. അതായത് ഇക്വേഷൻ എങ്ങനെയാണ്? sec x dy by dx plus y sec x tan x is equal to sec squared x അല്ലേ? നെക്സ്റ്റ് പേജിൽ കണ്ടിന്യൂ ചെയ്യുവാണേ. ഇനി നമ്മൾ പ്രോഡക്റ്റ് റൂള് റെക്കഗ്നൈസ് ചെയ്യാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് വൈ sec x is equal to sec squared x. ഇനി നമ്മൾ രണ്ട് സൈഡും ഇനി ഇന്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇന്റഗ്രേറ്റ് ആൻഡ് ദെൻ ഇന്റഗ്രേറ്റ്. ഇവിടെ sec square x dx എന്ന് കൊടുക്കണേ. ദെൻ അപ്പൊ നമുക്ക് എന്താ ആൻസർ കിട്ടുക? y sec x is equal to tan x plus c. നോക്കൂ, ഏതാണ് ആൻസർ വരുന്നത്? y sec x is equal to tan x plus c വരുന്നത് ഓപ്ഷൻ സി അല്ലേ? സോ ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് 4 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ 4 മാർക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ, കിട്ടാവുന്നതേ ഉള്ളൂ. അതിൽ നെഗറ്റീവ് അടിക്കരുത്.
സോ നമ്മുടെ മെറ്റീരിയൽസ് എല്ലാം നോക്കി വീഡിയോസ് എല്ലാം നോക്കി അതിൽ നമ്മൾ സാമ്പിൾ പ്രോബ്ലംസ് എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് നോക്കുക, കൃത്യമായിട്ട് ചെയ്ത് പ്രോബ്ലംസ് ചെയ്ത് തന്നെ നോക്കുക, ഫോർമുലാസ് എല്ലാം ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ വി ആർ വൈൻഡിങ് അപ്പ് ദിസ് വീഡിയോ ഹിയർ. If you like this video, please do press the like button. അതുപോലെ എന്തെങ്കിലും doubts ഉണ്ടെങ്കിൽ please do ask in the comment section. And if you haven't subscribed the channel yet, please don't forget to subscribe it. അപ്പോൾ signing off, your study partner Click. Stay focused on what really matters.